കേരള നിയമസഭാ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ഏറ്റവും പുതിയ ഒരു അഭിപ്രായ സർവേ കൂടി പുറത്തു വന്നിരിക്കുന്നു. കേരളത്തിലെ 14 ജില്ലകളിലായി 140 നിയമസഭാ മണ്ഡലങ്ങളിൽ ഓരോ ജില്ലകളിലും ഓരോ മുന്നണിയും വിജയിക്കാൻ സാധ്യതയുള്ള സീറ്റുകൾ. ഈ സർവേയിൽ ആദ്യം നോക്കുന്ന ജില്ല കാസർഗോഡാണ്. കാസർഗോഡ് ജില്ലയിൽ 5 സീറ്റുകളാണുള്ളത്. 5 സീറ്റുകളിൽ 2 മുതൽ 3 സീറ്റുകൾ വരെ UDFും 2 മുതൽ 3 സീറ്റുകൾ വരെ LDF സഖ്യവും 0 മുതൽ 1 സീറ്റ് വരെ BJP സഖ്യവും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല കണ്ണൂരാണ്. കണ്ണൂർ ജില്ലയിൽ 11 സീറ്റുകളാണുള്ളത്. 11 സീറ്റുകളിൽ 2 മുതൽ 4 സീറ്റുകൾ വരെ UDF സഖ്യവും 7 മുതൽ 9 സീറ്റുകൾ വരെ LDF സഖ്യവും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല വയനാടാണ്. വയനാട് ജില്ലയിൽ 3 സീറ്റുകളാണുള്ളത്. 3 സീറ്റുകളിൽ 2 മുതൽ 3 സീറ്റുകൾ വരെ UDF സഖ്യവും 0 മുതൽ 1 സീറ്റ് വരെ LDF സഖ്യവും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല കോഴിക്കോടാണ്. കോഴിക്കോട് ജില്ലയിൽ 13 സീറ്റുകളാണുള്ളത്. 13 സീറ്റുകളിൽ 4 മുതൽ 6 സീറ്റുകൾ വരെ UDF സഖ്യവും 7 മുതൽ 9 സീറ്റുകൾ വരെ LDF സഖ്യവും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല മലപ്പുറമാണ്. മലപ്പുറം ജില്ലയിൽ 16 സീറ്റുകളാണുള്ളത്. 16 സീറ്റുകളിൽ 12 മുതൽ 14 സീറ്റുകൾ വരെ UDF സഖ്യവും 2 മുതൽ 4 സീറ്റുകൾ വരെ LDF സഖ്യവും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല പാലക്കാടാണ്. പാലക്കാട് ജില്ലയിൽ 12 സീറ്റുകളാണുള്ളത്. 12 സീറ്റുകളിൽ 4 മുതൽ 6 സീറ്റുകൾ വരെ UDF സഖ്യവും 5 മുതൽ 7 സീറ്റുകൾ വരെ LDF സഖ്യവും 0 മുതൽ 1 സീറ്റ് വരെ NDA സഖ്യവും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല തൃശ്ശൂരാണ്. തൃശ്ശൂർ ജില്ലയിൽ 13 സീറ്റുകളാണുള്ളത്. 13 സീറ്റുകളിൽ 4 മുതൽ 6 വരെ സീറ്റ് UDF സഖ്യവും 5 മുതൽ 7 വരെ സീറ്റുകൾ LDF സഖ്യവും 0 മുതൽ 1 സീറ്റ് വരെ NDA സഖ്യവും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല എറണാകുളമാണ്. എറണാകുളം ജില്ലയിൽ 14 സീറ്റുകളാണുള്ളത്. 14 സീറ്റുകളിൽ 8 മുതൽ 10 സീറ്റുകൾ വരെ UDFും 4 മുതൽ 6 സീറ്റുകൾ വരെ LDFും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല ഇടുക്കിയാണ്. ഇടുക്കി ജില്ലയിൽ 5 സീറ്റുകളാണുള്ളത്. 5 സീറ്റുകളിൽ 2 മുതൽ 3 സീറ്റുകൾ വരെ UDF സഖ്യവും 2 മുതൽ 3 സീറ്റുകൾ വരെ LDF സഖ്യവും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല കോട്ടയമാണ്. കോട്ടയം ജില്ലയിൽ 9 സീറ്റുകളാണുള്ളത്. 9 സീറ്റുകളിൽ 4 മുതൽ 5 സീറ്റുകൾ വരെ UDF സഖ്യവും 4 മുതൽ 5 സീറ്റുകൾ വരെ LDF സഖ്യവും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല ആലപ്പുഴയാണ്. ആലപ്പുഴ ജില്ലയിൽ 9 സീറ്റുകളാണുള്ളത്. 9 സീറ്റുകളിൽ 2 മുതൽ 4 സീറ്റുകൾ വരെ UDF സഖ്യവും 5 മുതൽ 7 സീറ്റുകൾ വരെ LDF സഖ്യവും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല പത്തനംതിട്ടയാണ്. പത്തനംതിട്ട ജില്ലയിൽ 5 സീറ്റുകളാണുള്ളത്. 5 സീറ്റുകളിൽ 1 മുതൽ 2 സീറ്റുകൾ വരെ UDF സഖ്യവും 3 മുതൽ 4 സീറ്റുകൾ വരെ LDF സഖ്യവും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല കൊല്ലമാണ്. കൊല്ലം ജില്ലയിൽ 11 സീറ്റുകളാണുള്ളത്. 11 സീറ്റുകളിൽ 3 മുതൽ 5 സീറ്റുകൾ വരെ UDFും 6 മുതൽ 8 സീറ്റുകൾ വരെ LDFും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല തിരുവനന്തപുരമാണ്. തിരുവനന്തപുരം ജില്ലയിൽ 14 സീറ്റുകളാണുള്ളത്. 14 സീറ്റുകളിൽ 4 മുതൽ 6 സീറ്റുകൾ വരെ UDF സഖ്യവും 7 മുതൽ 9 സീറ്റുകൾ വരെ LDF സഖ്യവും 0 മുതൽ 1 സീറ്റ് വരെ NDA സഖ്യവും നേടാനാണ് സാധ്യത. കേരള നിയമസഭയിലെ ആകെയുള്ള 140 സീറ്റുകളിൽ UDF സഖ്യം 51 മുതൽ 77 സീറ്റുകൾ വരെയും LDF സഖ്യം 59 മുതൽ 82 സീറ്റുകൾ വരെയും NDA സഖ്യം 0 മുതൽ 4 സീറ്റുകൾ വരെയും നേടാനാണ് സാധ്യത.